ഈ കണ്ണൂരുകാരുടെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറില്ലേ അത് റെഡിയാക്കി എടുത്താലോ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഈയിടായിട്ടില്ലേ എൻ്റെ ഓന് ഉപ്പേരി വെക്കാനില്ലേ ഈ ബീട്രൂട്ട് മാത്രം വാങ്ങലുള്ളൂ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ സാധനത്തിനെല്ലാം ഭയങ്കര പൈസയാണ്. അപ്പൊ പിന്നെ നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്നതല്ലേ നമ്മൾ വാങ്ങുള്ളൂ. അപ്പൊ ഈ ബീട്രൂട്ട് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ തീർക്കണല്ലോ. ചാടാൻ പറ്റൂലല്ലോ. എന്നാ പിന്നെ നമ്മക്ക് ഇത് വെച്ചിട്ട് നല്ല അച്ചാറെന്നെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ച്. അതാവുമ്പോ അങ്ങ് പെട്ടെന്ന് കാലി ആയിക്കോളൂ ട്ടോ. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക ട്ടോ. ഞാനിപ്പോ ഒരു 1/4 കപ്പ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും തീർക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ട്ടോ. എന്നിട്ട് ദേ ഞാനിപ്പോ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുത്ത് അതിന്റെ പച്ച മണവും പച്ച ചൊവയും ഒക്കെ പോണം ട്ടോ. അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം ഇതാ ഒരു 20 ഈത്തപ്പഴം കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലോണം സോഫ്റ്റ് ആയിക്കോട്ടെ. എന്നാലാണ് അത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഇല്ലേ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരും കേട്ടോ. ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ ഈ അളവ് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നത് പറഞ്ഞേക്കല്ല. അപ്പം പിന്നെ ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂണെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ അടച്ച് വെച്ച് കൊടുക്കുക, അരക്കാനല്ല. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഈ ഈത്തപ്പഴമില്ലേ അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളത്തിൽ, ഒരുപാട് വെള്ളം വേണ്ട. ഇനിയിപ്പോൾ ഇതാ നമ്മളിതൊക്കെ അരച്ച ഈത്തപ്പഴം ഈ കുക്കായി വന്ന ക്യാരറ്റും ബീട്രൂട്ടും ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ആ മിക്സർ ജാറിൽ ഞാനിപ്പോൾ വിനാഗിരി ഇല്ല അതാട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സുർക്കയില്ലേ അത് അത് ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ടാവും ട്ടോ. അത് നമുക്ക് ഈ പുളിപ്പിന് ആവശ്യത്തിന് ഒഴിച്ചെടുത്താൽ മതി. എരിവ് കുറവ് എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതാവുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. അപ്പം അതൊന്നും എന്തായാലും മിസ്സാക്കരുത്. ഈ മെഷർമെന്റ് എല്ലാം നോക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് എന്നോട് പറയണേ. അപ്പം ഇത് നല്ലോണം ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ചൂട് നല്ലോണം പോകുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. ചൂടോടെ കുപ്പിയിലിടരുത് കേട്ടോ. പിന്നെ കുപ്പിയിലിടുമ്പോൾ കുപ്പിയിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തോട് ഇട്ടിട്ടുണ്ട പെട്ടെന്ന് പൂപ്പല് വന്ന് കേട് വന്നു. പിന്നെ എന്നെ പറയരുത് കേട്ടോ. അപ്പൊ അത് വെള്ളമൊക്കെ നല്ലോണം തുടച്ചിട്ട് ബോട്ടിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ പിന്നെ പുതിയ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.